എല്ലാവർക്കും നമസ്കാരം. ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ അതേസമയം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ മുരിങ്ങയില വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു കറിയില്ല, പക്ഷേ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, അത്രയ്ക്കും രുചിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാകുക. അപ്പോൾ തണ്ടോടെ നമുക്ക് മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകി വെള്ളം നന്നായിട്ട് തോർത്തിയെടുത്ത് ഇതുപോലെ വെള്ളം തോർന്ന് കഴിയുമ്പം നമ്മൾ തണ്ടിൽ നിന്ന് ഇതുപോലെ ഇല അടർത്തിയെടുത്ത് വയ്ക്കാം. ഇതൊരു 2 പിടി ഇലയുണ്ട്. അപ്പം മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതിനൊരു ചെറിയ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു ചെറിയ മുറി തേങ്ങ, അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 4-5 ചുവന്നുള്ളി മിക്സിയുടെ വലിയ ബൗളിലേക്കിട്ട് നമുക്ക് തേങ്ങയും എല്ലാം ഇട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിത് നല്ലൊരു അരപ്പായിട്ട് അരച്ചെടുക്കാം. അരയാനാവശ്യമായ വെള്ളം ഒഴിച്ച് അപ്പോൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിൽ വേണം നമ്മൾ ഈ കറി തയ്യാറാക്കാൻ. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 1 പിടി ചുവന്നുള്ളി അല്ലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇത്രയും ചേർക്കണം, അപ്പോൾ നല്ല സ്വാദാണ്. ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർക്കാം, കാരണം നമ്മൾ അരപ്പിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഈ വറ്റൽ മുളകിൻ്റെ എരിവ് മാത്രമേ കറിക്ക് വരുള്ളൂ. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്ത മണം വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുരിങ്ങയില അതിലേക്ക് ചേർത്ത് 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മുരിങ്ങയില നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നതിന് മുമ്പ് തന്നെ വേണം നമ്മൾ അരപ്പ് ചേർക്കാൻ. അപ്പം മുരിങ്ങയില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മതി, കാരണം ഇലയിലെല്ലാം ഉപ്പിൻ്റെ അംശം നന്നായിട്ടുള്ളത് കൊണ്ട് ഇലവർഗ്ഗങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപ്പ് വളരെ ശ്രദ്ധിച്ച് ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പരച്ച മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി തിളച്ച് വരും. അല്പം വെള്ളവും കൂടെ വേണം. വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കറി തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. അല്പം ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി തിള വന്ന് തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് വാങ്ങി വെക്കാം. ചട്ടിയിൽ തയ്യാറാക്കിയത് കൊണ്ട് നമ്മൾ വാങ്ങി വെച്ചാലും കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ആദ്യത്തെ ആ താളിപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ കടുകൊന്നും വറുത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ കൂട്ടി തന്നെ അറിയണം. അത്രയ്ക്കും രുചിയുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ കറി നിങ്ങളൊന്ന് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ഒരു പഴയ നാടൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.